സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോവുകയാണ്. ഇത് എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു കേന്ദ്ര സഹമന്ത്രിയും ഒരു സംസ്ഥാന മന്ത്രിയും തമ്മിലുള്ള പോരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അത് നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഗണേഷ് കുമാർ എപ്പോഴും സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറഞ്ഞ കമ്മീഷണറിൽ ഉപയോഗിച്ച തൊപ്പി കാറിൻ്റെ പുറകുവശത്ത് വെച്ചിട്ട് കൊണ്ടുപോകും, അത് ഗ്ലാസ്സിലൂടെ കാണത്തക്ക വിധത്തിൽ കുറേ കാലം വരെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ സുരേഷ് ഗോപി അതിനെക്കുറിച്ച് അതിന് മറുപടിയും കൊടുത്തു. ഏതോ ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് വിഷമമുള്ള എന്തോ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞിന് ആ തൊപ്പി കൊടുത്തു എന്നുള്ള കാര്യം സുരേഷ് ഗോപി അത് വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നോമ്പ് കഞ്ഞി കുടിക്കാനായിട്ട് സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ നോമ്പ് കഞ്ഞി പുള്ളി ആഹാരമൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക ശൈലിയിലാണല്ലോ. അപ്പോൾ അവിടെ നിന്നത് കഴിച്ചതിനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. നക്കി കുടിച്ചു, അത് പിന്നെ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നേ കഞ്ഞി കൊടുക്കുമായിരുന്നല്ലോ, എന്തിനാണ് ഇയാൾ ഇങ്ങനെ നക്കി കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രൊഫഷണൽ ജലസിയായിട്ടാണ് അതിനെ കാണാൻ പറ്റുക. കാരണം ഗണേഷ് കുമാർ പണ്ട് മുതലേ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഗണേഷ് കുമാറിന് ചെറിയ വേഷങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ സിനിമകളിലും ചെറിയ വേഷങ്ങളെ വരൂ. മോഹൻലാലിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ സിനിമയിൽ ഇറങ്ങിയ ആളാണ്, മുകേഷിനൊപ്പവും ഒക്കെ ഇറങ്ങിയതാണ്. സഹനടനായിട്ട് പോലും ഗണേശനെ കണക്കാക്കാൻ പറ്റില്ല. വല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വേഷമാണ്. വില്ലൻ വേഷം. പിന്നെ മണിച്ചിത്രത്താഴ് പോലെ പീഡന വേഷം, മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമയിൽ ചെറിയൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം. പിന്നീട് പുള്ളി അത് മനസ്സിലായി, സ്വയം മനസ്സിലായി തനിക്കിത് പറ്റുന്ന പണിയല്ലെന്ന് മനസ്സിലായിട്ടാണ് പിന്നെ ബാലകൃഷ്ണ പിള്ളയുടെ ചുവട് പിടിച്ച് ഇലക്ഷന് മത്സരിക്കുകയും പിന്നെ പക്ഷേ അത് പത്തനാപുരം എന്നുള്ള മണ്ഡലത്തിൽ പുള്ളിക്ക് ജയിക്കാൻ കഴിയുന്നു. ഒരു ക്വാളിറ്റി ആയിട്ട് കാണാം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപിയോടുള്ള ഈ സിനിമാ സംബന്ധമായിട്ടുള്ള ഒരു വിരോധം ഗണേഷ് കുമാറിന് പണ്ട് മുതലേ ഉണ്ട്. ഗണേഷ് കുമാർ അത് എപ്പോഴും പലപ്പോഴും സുരേഷ് ഗോപിയോട് പല വിഷയങ്ങളിലും പറയാറുണ്ട്. സുരേഷ് ഗോപി അതിൻ്റെ മറുപടി വളരെ മിതത്വം പാലിച്ച് തന്നെയാണ് പറയാറുള്ളത്. അപ്പം ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അണികൾ, പല അണികളും ഇത് ഗണേഷ് കുമാറിന് പണ്ട് അടി കൊണ്ടതും, അതായത് സ്കൂളിൽ ഗണേഷ് കുമാറിൻ്റെ കുട്ടിയോടൊപ്പം പഠിച്ച് ഒരു യുവതിയുടെ ഭർത്താവ്, അവൻ്റെ അമ്മയുടെ ഭർത്താവ് അടി കൊടുത്തതിൻ്റെ പടവും മുഖത്ത് കരുവാളിച്ച പാടൊക്കെ ഇട്ടിട്ട് ആ ചിത്രങ്ങളൊക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത് ഗണേഷ് കുമാർ തന്നെയാണ് കൂടുതൽ ഇക്കാര്യത്തിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ എപ്പോൾ പറഞ്ഞാലും അത് ഗണേഷ് കുമാറിന് തന്നെയാണ് തിരിച്ചടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടൻ സിനിമയിൽ വലിയ ഉയരങ്ങളുണ്ടാക്കി, സിനിമയിൽ ഒരു കാലത്ത് വലിയ സൂപ്പർ സ്റ്റാറായി. പിന്നീട് സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇവിടേക്ക് വന്നു, രാഷ്ട്രീയത്തിലേക്ക് വന്ന് ബി ജെ പിയിലാണ് പുള്ളി അംഗത്വം എടുത്തത്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷേ എല്ലാവരും വിചാരിച്ചത് സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കാൻ സുരേഷ് ഗോപി കൊണ്ട് കഴിയില്ല എന്നായിരുന്നു പലരുടെയും വിശ്വാസം. ഗണേഷ് കുമാറും അങ്ങനെ തന്നെ വിചാരിച്ചത്. ഗണേഷ് കുമാർ തൻ്റെ ഒരു MLA എന്ന നിലയിൽ തനിക്ക് ആ മണ്ഡലത്തിലുള്ള സ്വാധീനവും അതോടൊപ്പം തന്നെ എല്ലാ പ്രാവശ്യവും ജയിക്കുകയൊക്കെ ചെയ്യുന്നതും, മുന്നണികൾ മാറി വന്നെങ്കിലും ഗണേഷ് കുമാറിന് അവിടെ പത്തനാപുരം എന്ന മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വന്നാലും ജയിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഈ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുമെന്ന് ഗണേഷ് കുമാർ വിചാരിച്ചു. പക്ഷേ കാരണം BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി നിന്നാൽ ജയിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഗണേഷ് കുമാർ വിചാരിച്ചിരുന്നത്. ഒരു തവണ അങ്ങനെ തോൽക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യവും ജയിക്കില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിക്കുകയും MP ആവുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെയും ഒരു ദേഷ്യം ഗണേഷ് കുമാറിനുണ്ട്. അപ്പോൾ അതാണ് ഈ ഗണേഷ് കുമാർ തീർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രി കസേര, ഇന്നലെ ഇദ്ദേഹം പറയുന്ന ഒരു മറുപടി കേട്ടു. പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിള് എത്രയോ ലക്ഷത്തിനോ കോടിക്ക് എങ്ങാണ്ട് ലേലം വെച്ചു. അതുപോലെ സുരേഷ് ഗോപി ഈ തൊപ്പി ലേലം വെക്കാത്തെന്താ? ലേലം വെച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടനല്ലോ. സുരേഷ് ഗോപി ആ തൊപ്പി കൊടുത്തത് രണ്ടാനമ്മയും അച്ഛനും ക്രൂരമായി ഉപദ്രവിച്ച് ശാരീരികമായി തളർന്നുപോയ ഷഫീഖ് എന്ന് പറയുന്ന തൊടുപുഴയിലെ ഒരു 15-12 വയസ്സായ ഒരു കുഞ്ഞിനാണ് കൊടുത്തത്. ആ കുഞ്ഞിന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തിരക്കുകൾക്കിടയിൽ ഓടിച്ചെന്ന് കണ്ട് ഈ തൊപ്പിയൊക്കെ സമ്മാനിച്ചിട്ടാണ്. അതൊരു മനുഷ്യത്വത്തിന്റെ കൂടി ഇതാണ്. ഗണേശൻ ഇല്ലാത്തതും സുരേഷ് ഗോപിക്ക് ഉള്ളതും അതാണ്. കാരണം ഗണേഷ് കുമാറിന്റെ സഹോദരി തന്നെ ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുന്നത് ഇപ്പൊ വൈറലാവുന്നുണ്ട്. അവരുടെ മകളുടെ കൊച്ചിന് 10 വയസ്സുള്ള കൊച്ചിന് ക്യാൻസർ ആണ്. ആ കൊച്ചിന്റെ ചികിത്സയ്ക്കായി ബാലകൃഷ്ണ പിള്ള കുറച്ച് തുക ബാങ്കിലിട്ടിരുന്നു. അതുപോലും കൊടുക്കാതെ ആ കുഞ്ഞിന്റെ ചികിത്സ പോലും പ്രതിസന്ധിയിലാക്കുന്ന ആളാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനുഷ്യത്വം ഇല്ലാത്ത ഒരാളാണ്
മനുഷ്യത്വം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു മനുഷ്യനെ പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും കോമാളിയാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ സുരേഷ് ഗോപിയെ കോമാളിയാക്കുന്നിടത്തോളം കാലം ബിനു പറയുന്നത് പോലെ സ്വയം കോമാളിയായി മാറുകയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. പിന്നെ പത്തനാപുരത്ത് ബാലകൃഷ്ണ പിള്ളയുടെ ഒരു സ്വാധീനം വളരെ കൂടുതലാണ്. അദ്ദേഹത്തെ കുറെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ കഴിഞ്ഞ ടൈമിൽ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ KSRTC കൊണ്ടുവരാൻ ഗണേശിന് കഴിഞ്ഞു. കുറച്ചുകൂടി ആളുകൾക്കിടയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഗണേഷ് കുമാർ ജയിക്കുന്നതും. പിന്നെ കുറച്ച് സ്വാധീനം പത്തനാപുരത്ത് അദ്ദേഹത്തിനുണ്ട്. യാമിനി തങ്കച്ചിയുടെ ഒക്കെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും അവരനുഭവിച്ച വേദനയും പീഡനവും. സുരേഷ് ഗോപിയെ കുറിച്ച് ഒരിക്കലും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ഒരു പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. ഈ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ BJP വിരുദ്ധ മാധ്യമങ്ങളുണ്ട്. അവർ ഈ 2026 ഇലക്ഷന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. BJP വരാതിരിക്കണം, സുരേഷ് ഗോപി ഇങ്ങനെയുള്ള ആളാണ്, ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം, മാറിപ്പോയി ആള്, പണ്ടത്തെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുവെ കുറച്ച് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അതെ, ഇപ്പൊ ഇടയ്ക്ക് പെണ്ണ് കേസിലൊക്കെ പെടുത്താൻ നോക്കി, അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതെ ഊരി വന്നു. ഞാൻ പറയുന്നത് പാർട്ടി രാഷ്ട്രീയം എന്നതിനപ്പുറം മനുഷ്യത്വമുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വേണം, അല്ലെ? അവരെങ്ങനെ സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അവരുടെ സ്വഭാവം എന്താണ്, അവരെങ്ങനെ പെരുമാറുന്നു, അതിലൊക്കെ അപ്പുറം അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് പോലും സുരേഷ് ഗോപി നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വകാര്യ ഒരു ചാനലിന്റെ ഒരു പരിപാടിയിൽ പോലും അവരുടെ ആൾക്കാരുടെ കണ്ണുനീര് കണ്ടിട്ട് അവർക്ക് അവിടെ വെച്ച് തന്നെ സഹായം പ്രഖ്യാപിക്കുന്നു. അത് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ സ്പോൺസർ ചെയ്യുന്നതൊന്നുമല്ല. അത്തരത്തിൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ധന്യ പറഞ്ഞതുപോലെ തന്നെ ഗണേഷ് കുമാർ ഈ പറഞ്ഞതുപോലെ ബാലകൃഷ്ണപിള്ള ഇട്ട തുക, ബാലകൃഷ്ണപിള്ള മരിച്ച് ഒരു മാസത്തിനുള്ളിൽ ആ ബാങ്കിൽ നിന്ന് പിൻവലിച്ച്, കൊട്ടാരക്കര ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് പിൻവലിച്ച് ആ ബാങ്ക് പൊളിഞ്ഞു, ബാങ്കിൻ്റെ ഉടമ ജയിലിലാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഈ പറഞ്ഞതുപോലെ സഹോദരിമാർക്കോ അവർക്കൊന്നും ഇത് ഉപകാരപ്പെടുന്നില്ല. മറ്റൊരു മുൻ സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അതെ, അങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ വിഷയത്തിൽ എത്ര കേസുകൾ അതുമായി ബന്ധപ്പെട്ട സോളാറുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം മന്ത്രിയായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മികവ്, ഇതൊക്കെ വെച്ചിട്ട് മണ്ഡലത്തിൽ ജയിക്കുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതമായാലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള സമീപനമാണെങ്കിലും ഇതൊക്കെ തന്നെ ഒരു മോശമാണ്. നമുക്കറിയാം മെഗാസ്റ്റാർ മമ്മൂട്ടി ഗണേഷ് കുമാറുമായിട്ട് മിണ്ടാറില്ലെന്ന് വർഷങ്ങളായി ഗണേഷ് കുമാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാ. അദ്ദേഹം എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് എന്നോട് മിണ്ടാറില്ല, വർഷങ്ങളായി മിണ്ടിയിട്ട് എന്ന് പറയുന്നത്. മമ്മൂട്ടിയെ പോലുള്ള വ്യക്തികളൊക്കെ ഈ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പോയിട്ട് ഒരു കാര്യമില്ല ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. സുരേഷ് ഗോപി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതാണ്, അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഒന്നും നോക്കാതെ പിന്നെ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ധന്യ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുന്നത്. അതിപ്പോ മുഖ്യമന്ത്രിയും പറയാറില്ലേ, അതെ അതെ, അതാണ് സംഭവം. ഏതായാലും അത് എനിക്ക് തോന്നുന്നത് ഈ തരത്തിലുള്ള ഒരു ജലസി ആണ് ഇതിന് പിന്നിൽ.